ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആവുന്ന ആദ്യ സമയത്ത് പാകിസ്ഥാനോടുള്ള നിലപാട് നമുക്കറിയാവുന്നതാണ്. ഒരു ടെററിസം കൃത്യമായി അത്തരത്തിൽ ഇപ്പോഴും തെറി വിളിച്ചുകൊണ്ടിരുന്ന ആളാണ് ട്രംപ്. പക്ഷേ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ രണ്ടാമത് ട്രംപ് കയറിയതിന് ശേഷം ഈ ഇറാനുമായിട്ടുള്ള അവരുടെ യുദ്ധം അവസാനിപ്പിക്കുന്നു കരാറ്, ഇതിലൊക്കെ പാകിസ്ഥാൻ ഇടപെട്ടത് കൊണ്ടാണോ പാകിസ്ഥാനോടുള്ള നിലപാടുകൾക്ക് ചെറിയ മാറ്റം വന്നത്? ട്രംപിന് പാകിസ്ഥാനോടുള്ള നിലപാടിൽ വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതൊരു സത്യമാണ്. അത് നമുക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ. അതിന് ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന്, അവസരം കാത്തിരിക്കുകയായിരുന്നു പാകിസ്ഥാൻ ട്രംപിൻ്റെ ഗുഡ് ബുക്സിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മളുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടന്നത്. ഈ ട്രംപിന് ഒരു ചെറിയ അസുഖമുണ്ട്, അറിയോ? എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ ഒരു സ്വഭാവമുണ്ട്. എട്ടുകാലി മമ്മൂഞ്ഞിനെ അറിയില്ല? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞ്. നാട്ടിലെ ഏത് പെണ്ണുങ്ങൾക്ക് ഗർഭം ഉണ്ടെങ്കിലും മൂപ്പര് പറയുക അത് ഞമ്മളാന്ന് അതിൻ്റെ ആളെന്ന് പറയുക. അങ്ങനെയാണ് എട്ടുകാലി മമ്മൂഞ്ഞിന് ഒരു വലിയ ജനപ്രിയത കിട്ടിയത്. അപ്പോൾ ഈ ലോകത്ത് എവിടെ യുദ്ധം ഉണ്ടായാലും ആ യുദ്ധം തീർക്കണത് മുഴുവനും അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ തനിക്കാണെന്നാണ് ട്രംപ് അവകാശപ്പെട്ടിരുന്നത്. പലപ്പോഴും നടക്കാത്ത യുദ്ധം വരെ തീർത്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പാകിസ്ഥാൻ കരഞ്ഞു വിളിച്ച് ഇന്ത്യയുടെ അടുത്ത് പറഞ്ഞ് ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഒരു അബദ്ധം പറ്റിപ്പോയി പഹൽഗാമിൽ, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതാണ്, ഞങ്ങൾ ഇനിയും കൊല്ലരുത് എന്ന് പറഞ്ഞു. കാരണം അതുപോലെ നല്ല പണി കൊടുത്തു അവർക്ക്. സുനിൽ പറഞ്ഞ പോലെ 8ൻ്റെ അല്ല 88ൻ്റെ പണിയാണ് കൊടുത്തത്. നമ്മുടെ റഫാൽ യുദ്ധവിമാനവും അതുപോലെ വളരെ നിരീക്ഷണ ഇതോടുകൂടി നേടിയ ഇൻ്റലിജൻസും ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് അവരുടെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ പല സങ്കേതങ്ങളും തകർത്തു ഇന്ത്യ. അപ്പം അങ്ങനെ യുദ്ധം അവസാനിച്ചു. പക്ഷേ ട്രംപ് നാട് നീളെ പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങൾ അറിഞ്ഞില്ലേ ഇന്ത്യയും പാകിസ്ഥാനായിട്ടുള്ള ബന്ധം ഞാനാണ്, പാകിസ്ഥാനായിട്ടുള്ള യുദ്ധം ഞാനാണ് തീർത്തതെന്ന്. ഇന്ത്യ അതിന് പ്രതികരിക്കാൻ പോയില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ താരിഫ് വർദ്ധിപ്പിച്ചു, ഇന്ത്യക്കുള്ള ഏതോ 50% ആയിട്ട് കൂട്ടി. അതും ഇന്ത്യ പ്രതികരിച്ചില്ല. അവർക്ക് വളരെ ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നു അത്. നരേന്ദ്രമോദിയുടെയും അദ്ദേഹത്തിൻ്റെ വിദേശകാര്യമന്ത്രി ജയശങ്കറിനെയും വളരെ ബുദ്ധിപരമായ നീക്കമായിരുന്നു അത്. അപ്പോൾ ഇപ്പോൾ ഈ ഇറാനും പിന്നെ മറ്റേ അമേരിക്കയുമായിട്ടുള്ള യുദ്ധം നടന്നപ്പോൾ നമ്മൾ വായിക്കണ മുഴുവനും പാകിസ്ഥാൻ ആണ് അതിൽ മീഡിയേറ്ററായിട്ട് നിന്നു എന്നുള്ളതാണ് പറയുന്നത്. പാകിസ്ഥാൻ മധ്യസ്ഥത വഹിച്ചിട്ടൊന്നുമില്ല ഈ സത്യത്തിൽ. നമ്മളത് ആ വാർത്ത കാണുമ്പോൾ, അതല്ലെങ്കിൽ അവരുടെ അമേരിക്കൻ പത്രങ്ങളിൽ വരുന്ന വാർത്ത നെറ്റിൽ കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. പാകിസ്ഥാൻ ആയിക്കൂടി ചെയ്തത് ഒരു പോസ്റ്റ്മാൻ്റെ പണിയാണ്. മെസ്സേജ് ഇവിടുന്ന് അവിടെ കൊടുക്കും, അവിടെ നിന്ന് മെസ്സേജ് ഇവിടെ കൊടുക്കും, പിന്നെ ഇയാളെ പുകഴ്ത്തും. അത് മാത്രമല്ല, ഈ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചു എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ, അയാളാണ് തീർത്തതെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഈ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് ആ കൊരങ്ങൻ നൊബേൽ പ്രൈസ് കമ്മിറ്റിക്ക് എഴുതി ഇത്തവണത്തെ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് മറ്റേ ട്രംപിന് കൊടുക്കണം എന്ന് പറഞ്ഞു. അതാർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇന്ത്യ അതിനെപ്പറ്റി അപ്പോഴും പ്രതികരിച്ചിട്ടില്ല. അവസാനം നോബൽ പ്രൈസ് കിട്ടിയത് ആ വെനിസ്വേലയിലെ ഒരു വനിതയ്ക്കാണ്. അപ്പോൾ അയാൾ പറഞ്ഞു അത് എനിക്ക് കിട്ടേണ്ട നോബൽ പ്രൈസ് ആയിരുന്നു. ഇയാൾ നോബൽ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പാടുപെട്ടത് മുഴുവനേ. നാട് നീളെ മറ്റേ ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിച്ചു എന്നയാൾ പറയണ്ട. അവിടെ അവസാനിച്ചിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ സമയത്ത് പാകിസ്ഥാന് ഇയാൾക്ക് വലിയ ഇഷ്ടമായി. അവരുടെ ഫീൽഡ് മാർഷൽ ഉണ്ടല്ലോ അമീർ, അയാളെ ഫീൽഡ് മാർഷൽ അല്ല, അയാളെ പലരും വിളിക്കുന്ന ഫെയിൽഡ് മാർഷൽ എന്നാണ് അയാളെ വിളിക്കുന്നത്, പരാജയപ്പെട്ട മാർഷൽ. അയാൾ ഇന്ത്യക്കെതിരായിട്ടുള്ള യുദ്ധത്തിലൊക്കെ തോറ്റുപോയില്ലേ. അപ്പോൾ അയാളെ വിളിച്ചു വരുത്തി അയാൾക്ക് ലഞ്ച് ഒക്കെ കൊടുത്തു. വൈറ്റ് ഹൗസിൽ മറ്റ് രാഷ്ട്രത്തലവന്മാർക്കൊന്നും കൊടുക്കാത്ത രീതിയിലുള്ള ലഞ്ച് കൊടുത്തു. അതേപോലെ ഈ മറ്റേ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിനെ വിളിച്ച് റെഡ് കാർപ്പറ്റ് വെൽക്കം ഒക്കെ കൊടുത്തു. അങ്ങനെ പാകിസ്ഥാനെ വാനോളം പുകഴ്ത്തി. അതിനിടയ്ക്ക് അപ്പോൾ അയാൾക്ക് ഈ ഇന്ത്യയും റഷ്യയും ചൈനയും തമ്മിലുള്ള ഒരു ആക്സിസ് വളർന്നു വരുന്ന കണ്ടപ്പോൾ അയാൾക്ക് കുറച്ച് അസ്വസ്ഥത കൂടി. അപ്പോൾ അയാൾ പാകിസ്ഥാനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ വിദേശ നയത്തിലെ ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പം ഇന്ത്യ ഒഴിച്ച് മറ്റെല്ലാ രാജ്യങ്ങളും, ഈ അമേരിക്കയ്ക്ക് പ്രത്യേകിച്ചും, അവർക്ക് സ്ഥിരം ശത്രുക്കളോ സ്ഥിരം മിത്രങ്ങളോ ഇല്ല. അവർ പറയുന്നത് വി ഡോണ്ട് ഹാവ് പെർമനൻറ്റ് ഫ്രണ്ട്സ്, വി ഡോണ്ട് ഹാവ് പെർമനൻറ്റ് എനിമീസ്, വി ഹാവ് ഓൺലി പെർമനൻറ്റ് ഇൻട്രസ്റ്റ്
ആൻഡ് ദാറ്റ്സ് അവർ കൊമേഴ്സ്യൽ ഇൻട്രസ്റ്റ്. അതായത് ഞങ്ങൾക്ക് സ്ഥിരം മിത്രങ്ങളോ സ്ഥിരം ശത്രുക്കളോ ഇല്ല, ഞങ്ങൾക്ക് സ്ഥിരം താല്പര്യങ്ങളേ ഉള്ളൂ. ഞങ്ങളുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വ്യവസായത്തിൻ്റെ താല്പര്യങ്ങളാണ്, അവരുടെ ഇൻഡസ്ട്രിയലിസ്റ്റുകളുടെ താല്പര്യമാണ് അവർക്ക്. അത് തന്നെയാണ് ട്രംപ് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഈ എന്താണ് ഈ മറ്റേ നാവിക ഇതായിട്ട് മെർച്ചൻറ്റ് നേവി കപ്പലുകൾക്ക് നേരെ ഇറാനിൽ നിന്നും ഒക്കെ വെടിവയ്പ്പുണ്ടായി. അമേരിക്കൻ യുദ്ധക്കപ്പലുകളിൽ നിന്ന് മറ്റേ വെടിവയ്പ്പുണ്ടായിട്ട് 3 നാവികർ മരിച്ചു, ഏതാണ്ട് നാവികരെ കാണാതായി. അതെല്ലാം ഇന്ത്യക്കാരാണ് 3 മരിച്ചത്. അതിലവർ ഇന്നവരെ പ്രതികരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യ അവർക്ക് അവരുടെ മറ്റേ ചാർജ് ഡി അഫയേഴ്സ് എന്ന് പറയും. അംബാസഡർ സ്ഥലത്തില്ല എന്നുണ്ടെങ്കിൽ ചാർജ് ഡി അഫയേഴ്സ് ആണ് അവിടുത്തെ നമ്പർ 2 ഉദ്യോഗസ്ഥൻ. ഇപ്പം ഡൽഹിയിൽ ചാർജ് ഡി അഫയേഴ്സിന് വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ഒരു ദേവർ ഇഷ്യൂഡ് എ ഡിമാർഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രവൃത്തി ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരായിട്ടാണ് പ്രവർത്തിച്ചത്, വി ആർ അപ്സെറ്റ്, വി ആർ അനോയ്ഡ്, വി ആർ ആംഗിഷ്ഡ് എന്ന് പറഞ്ഞ് ഒരു ലെറ്റർ വരെ കൊടുത്തു എന്നുള്ളതാണ്. അത് അവിടെ പോയി കണ്ടിട്ടുണ്ടാവും. പാകിസ്ഥാൻ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും ഏതായാലും ആ മെസ്സേജ്. അപ്പോൾ അതൊക്കെ വന്നപ്പോൾ പിന്നെ ഈ താരിഫ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യ ആവശ്യമുള്ളിടത്ത് ഇന്ത്യ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് അമേരിക്കനെ ആവശ്യമില്ലാത്തടത്ത് ഒരു വാക്കും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഇറാൻ അമേരിക്ക യുദ്ധത്തിൻ്റെ ധാരണാപത്രം റെഡിയായി, വെടിനിർത്തൽ തുടങ്ങിയപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി അവിടെ ഫ്രാൻസിൽ വെച്ചിട്ട് പറഞ്ഞത് എന്താ, നല്ല കാര്യം, we appreciate the good works done by you in bringing the war to an end, and we hope it will continue. And moreover, ഈ എന്താ പറയണേ, ഈ നിങ്ങളുടെ ധാരണാപത്രത്തിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിരിക്കുന്ന കൂട്ടത്തിൽ ഇന്ത്യൻ ലോകത്തിലുള്ള മെർച്ചൻ്റ് നേവി സ്റ്റാഫുകൾ, ഈ മറ്റേ കച്ചവട കപ്പലുകളുണ്ടല്ലോ, ആ കപ്പലിലെ സ്റ്റാഫിനെ ഉപദ്രവിക്കരുത്, അവരുടെ ജീവിതം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അവർ ചെയ്യുന്നത് ലോകത്തിനെ യുണൈറ്റ് ചെയ്യുന്ന ഒരു ശക്തിയാണ്, അവരെ ഉപദ്രവിക്കരുത്, അവർക്ക് പ്രത്യേക സംരക്ഷണം നൽകണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ ട്രംപ് അതിനൊന്നും പറ്റി വ്യക്തമായൊരു മറുപടി പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഔട്ട് ഓഫ് ദ വേ പോയി ആരെയും സൂചിപ്പിക്കുന്ന പരിപാടി നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ അതല്ലെങ്കിൽ ജയശങ്കറിനോ തീരെയില്ല. അവർ സത്യം വസ്തുത എന്താണെന്ന് വെച്ചാൽ വിളിച്ച് പറയും. അതല്ലാണ്ട് അവർ പറഞ്ഞു, അമേരിക്ക പറഞ്ഞു ഫെബ്രുവരി തൊട്ട് റഷ്യയുടെ അടുത്ത് ഓയിൽ മേടിക്കരുതെന്ന് ഞങ്ങൾ ഇന്ത്യക്ക് വാർണിംഗ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫെബ്രുവരിക്ക് മുമ്പ് ഇന്ത്യ എന്തുമാത്രം എണ്ണയാണോ റഷ്യയിൽ നിന്ന് മേടിച്ചിരുന്നത് അതിൽ കൂടുതൽ എണ്ണയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞ്, വി ആർ ഓയിൽ എനർജി ഡെഫിഷ്യൻറ്റ് കൺട്രി, ഞങ്ങളുടെ നാട്ടിൽ എനർജി അല്ലേ, ഞങ്ങൾക്ക് പെട്രോളിയം ഇറക്കുമതി ചെയ്യണം. അപ്പോൾ എവിടെയാണ് ഏറ്റവും എളുപ്പം കിട്ടണത്, എവിടെയാണ് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കിട്ടണത്, ഞങ്ങളത് മേടിക്കും. ഇപ്പോൾ അമേരിക്കയിലും ഒന്ന് വെനിസുലയിൽ നിന്ന് അവിടെ പോയി കറങ്ങി തിരിഞ്ഞ് കപ്പലിൽ ഇങ്ങോട്ട് കൊണ്ടുതന്നെയാണോ എളുപ്പം, നിങ്ങൾ മറ്റേ റഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്നതാണോ എളുപ്പം, അത് നിങ്ങൾ പറയാമെന്നാണ് പത്രക്കാരോട് ചോദിച്ചത് അദ്ദേഹം. അപ്പോൾ പിന്നെ എന്താ, G7 പ്രധാനമന്ത്രി പങ്കെടുത്തത് അദ്ദേഹത്തെ ക്ഷണിക്കാതെയാണ് എന്താണ് അദ്ദേഹം അവിടെ പോയതെന്ന് പറഞ്ഞ് ഇതിനിടയ്ക്കൊരു വിവാദ വിഷയം ഉണ്ടായിരുന്നു. G7 മീറ്റിങ്ങിൽ പ്രധാനമന്ത്രി പോകുമെന്നുള്ളതിനെക്കുറിച്ച് 2 മാസം മുമ്പ് തന്നെ പത്രങ്ങളിൽ വന്നാണ്. അന്നൊന്നും ആരും പ്രതികരിച്ചിട്ടില്ല. ഇതൊക്കെ രഹസ്യമായിട്ട് കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സ് രാഷ്ട്ര തലവന്മാർ. ഇപ്പോൾ G7 കൺവീൻ ചെയ്തത് ഇത്തവണ ഫ്രാൻസാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോ അദ്ദേഹമാണ് പ്രധാനമന്ത്രിക്ക് എഴുതിയിട്ടുണ്ടാവുക. അത് ഇവരെയൊക്കെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹം നേരത്തെ പറഞ്ഞു, ഞാൻ G7 ഞാൻ പോകുന്നുണ്ട്, എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, ഞാൻ G7 മീറ്റിങ്ങിൽ പാരീസിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു, പോയി. അപ്പം ഇതുണ്ട്. ഇപ്പം പിന്നെ അമേരിക്ക ഇന്ത്യയോടുള്ള ബന്ധത്തിൽ എന്താ ഒരു ഒരു ചെറിയ ഇത് വന്നിട്ടുണ്ട്, ഇടിച്ചിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്ക് പ്രത്യേകിച്ച് എന്താ പറയണ പോരായ്മ ഒന്നും ഉണ്ടാവാൻ പോകണില്ല. ഇന്ത്യ ഈസ് ഇൻ എ സ്ട്രോങ് പൊസിഷൻ. അവർ താരിഫ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അതനുസരിച്ചിട്ട് യൂറോപ്യൻ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൽ 99% എക്സംഷനാണ് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത് അവരുടെ യൂറോപ്യൻ കോമൺ മാർക്കറ്റിലേക്ക്. പെട്ടെന്ന് യൂറോപ്യൻ കോമൺ മാർക്കറ്റ് എന്താ പറയുക, യൂറോപ്യൻ വിപണിയിലേക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക്, വിവിധ മേഖലകളിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് പ്രവേശനം ഇതുവരെ ലഭ്യമല്ലാതിരുന്ന മാർക്കറ്റുകൾ വഴി ഇന്ത്യക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. അത് മാത്രമല്ല,
ഇന്ത്യയുടെ കർഷകരെയും അതുപോലെ ഡയറി ഫാമിംഗ് ഇങ്ങനെയുള്ള ഇതിനെ ഒന്നും പ്രതികൂലമായി ബാധിക്കാത്ത രീതിയിലാണ് ഇറക്കുമതി ഇന്ത്യയിലേക്ക് അലൗ ചെയ്യുള്ളൂ. അതൊക്കെ 25 യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് എഗ്രിമെൻ്റ് ഒപ്പിട്ടിരിക്കണം. ഇന്നലെ യൂറോപ്യൻ യൂണിയൻ പ്രസിഡൻറ്റും യൂറോപ്യൻ യൂണിയൻ കമ്മീഷണറാണ് ഊഴ്സുല വാൻഡേക്ക് എന്ന് പറഞ്ഞാൽ അവരൊക്കെ ആയിട്ട് പ്രധാനമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു രാജ്യത്തിനുമായിട്ട് മാത്രം ഇന്ത്യയുടെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കച്ചവടവും ഇന്ത്യ നടത്തുന്നില്ല. ഇന്ത്യ എല്ലാവരുമായിട്ടും ഈക്വലായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾക്ക് നരേന്ദ്രമോദിയോട് ദേഷ്യമുണ്ട്. കാരണം ഇവിടുത്തെ ആൾക്കാർ മുഴുവൻ പറഞ്ഞു കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ, നരേന്ദ്രമോദിനെ കുറിച്ചിട്ടുള്ള തെറ്റായ വാർത്തകളാണല്ലോ അവർ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അദ്ദേഹത്തിന് അതിന് വലിയ താല്പര്യമൊന്നുമില്ല. ഇവിടുന്ന് പോലെ ഒരു മലയാളി ഉണ്ടായിരുന്നു പണ്ടൊരു ജോസ് എന്ന് വന്നിട്ട് പറഞ്ഞ ഒരുത്തൻ അമേരിക്കയിൽ പോയി നരേന്ദ്രമോദി വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രകടനം നടത്താനായിട്ട് ഒരു മാസികയുടെ പത്രാധിപരം എന്തൊക്കെയായിരുന്നു, പണിയൊന്നുമില്ലാത്തൊരു പത്രാധിപരമാണ സമയമാണല്ലോ ഇപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വാർത്ത കിട്ടിയിട്ട് അവരത് വിഴുങ്ങിയിട്ടാണ് ഇന്ത്യയോടുള്ള ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്. പിന്നെ പാകിസ്ഥാനെ അമേരിക്ക വേണ്ട രീതിയിൽ ഉപയോഗിച്ചോളും. കാരണം ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയില്ലേ ഷഹബാസ് ഷെറീഫ്, അയാളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ഇങ്ങനെ കൂടുതൽ സൗഹാർദ്ദം അമേരിക്കയായിട്ട് കാണിക്കുന്നവരൊക്കെ പെട്ടെന്ന് പോയിട്ടുണ്ട്, ഇല്ലാതായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം ഇറാനിൽ തന്നെ ഷാ ഇല്ലേ, ഷാ റൈസ പാലവി എന്ന് പറഞ്ഞ അവിടുത്തെ ഭരണാധികാരി, അയാൾക്ക് രാജ്യം വിട്ട് പോകേണ്ടി വന്നു. അയാൾ കൂടുതൽ അമേരിക്കയോട് കൂടുതൽ സ്നേഹം കാണിച്ചു. അപ്പോൾ അതുപോലെ അമേരിക്കൻ അകറ്റി നിർത്തുകയായിരിക്കും ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ് നല്ലത്, അമേരിക്ക അകറ്റി നിർത്തുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.